ശ്രീനാരായണ സഹോദര ധർമ്മവേദി ലീഡേഴ്സ് മീറ്റ് 2024 ആലുവയിൽ സംഘടിപ്പിച്ചു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷനായ ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഉദ്ഘാടനം നിർവഹിച്ചു. ആലുവ YMCA ഹാളിൽ നടന്ന ലീഡേഴ്സ് മീറ്റിന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. ജയ് ജയ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി, ജയ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി, ജയ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി. ലീഡേഴ്സ് മീറ്റിംഗ് സിന്ദാബാദ്, ലീഡേഴ്സ് മീറ്റിംഗ് സിന്ദാബാദ്. SNDP യോഗങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് കൊള്ളയടിച്ച് തന്റെ വ്യക്തിപരവും കുടുംബപരവുമായ നേട്ടത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന SNDP യോഗ നേതൃത്വത്തിന്റെ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന നയമാണ് മാറി മാറി വരുന്ന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ശ്രീനാരായണീയർ നേരിടുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ സമരം നടത്താൻ കർമ്മശേഷിയും ഇച്ഛാശക്തിയുമുള്ള നേതൃത്വത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. സാമൂഹ്യ വ്യവസ്ഥകളെല്ലാം ഒത്തുവന്നിട്ടും SNDP യോഗത്തിന്റെ അവസ്ഥ ആലിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്നതുപോലെയാണെന്നും മറ്റുള്ളവർ LED വെളിച്ചത്തിൽ മുൻപോട്ടു പോകുമ്പോൾ SNDP യോഗം വെള്ളാപ്പള്ളി നടേശന്റെ കീഴിൽ ചൂട്ടുവെളിച്ചത്തിൽ മാത്രമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത്രയും അനുകൂലമായ ഒരു കാലാവസ്ഥ ഇന്ത്യയുടെ ദേശീയ തലത്തിൽ തന്നെ രൂപപ്പെട്ടു വന്ന സമയത്ത് എന്താ ഒരു ചൊല്ലുണ്ടല്ലോ, ഏതോ പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് എക്സാക്ട്ലി ആലിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായിൽ പുണ്ണായി പോയി എന്ന് പറഞ്ഞ അവസ്ഥയിൽ നമ്മളുടെ സംഘടന എത്തിയിരിക്കുകയാണ്. മറ്റു സാമൂഹ്യ വിഭാഗങ്ങൾ അവരുടെ സംഘടനകളെ, അവരുടെ നേതാക്കൾ LED പ്രകാശത്തിൽ നയിക്കുമ്പോ പ്രധാനമന്ത്രി മോദി ഉപയോഗിച്ച ഒരു ഫ്രേസ് കടമെടുത്താൽ നിങ്ങൾ വായിച്ചു കാണും പത്രത്തിൽ. മറ്റുള്ളവർ LED പ്രകാശത്തിൽ സമൂഹത്തെ നയിക്കുമ്പോ നമ്മുടെ സംഘടന ഇപ്പോഴും ചൂട്ടുവെളിച്ചത്തിൽ നമ്മുടെ സമൂഹത്തെ നയിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഏറെ അതിശയോക്തിപരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആശയത്തെ സംബന്ധിച്ച ഒരു ചർച്ചയെങ്കിലും എന്നും കേരള കൗമുദിയില് ശ്രീനാരായണ ഗുരുവിന്റെ പടവും വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുന്ന പടവും പ്രീതി നടേശൻ ഭദ്രദീപം തെളിക്കുന്ന പടവും കാണുമ്പോഴും ഞാനതെല്ലാം വായിക്കും. ഏതെങ്കിലുമൊക്കെ ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും ആവശ്യമുള്ളതായിട്ടുള്ള ആശയങ്ങളുടെ ഏതെങ്കിലും ഒരു തരി, ഒരു കനൽ അത് വായിക്കുന്ന, അവിടെ പങ്കെടുക്കുന്ന പ്രവർത്തകരുടെ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കേണ്ട ഒരു കനൽ, അവിടെ ഇരുന്ന് എരിയേണ്ട, അവിടെ ഇരുന്ന് കത്തി തീനാളമായി മാറേണ്ട ഒരു കനലിന്റെ അംശമെങ്കിലും അതിലൂടെ കൺവേ ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് നിരാശ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് പാടില്ല. ആ നിരാശകൾ നമുക്ക് മാറണം. SNDP യോഗത്തിന്റെ പ്രവർത്തകരുടെ മുന്നിൽ ഇന്ന് മനസ്സിൽ വലിയ ആഘോഷങ്ങളും കെട്ടുകാഴ്ചകളും എഴുന്നള്ളിക്കുമ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ വെറും ശൂന്യതയാണ്. സംഘടനാ തലത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഏറെ മുൻപോട്ട് പോകേണ്ടതുണ്ടെന്നും അതിന് ആവശ്യമായ ഊർജം ഈ ക്യാമ്പിൽ നിന്നും സംഭരിച്ചു കൊണ്ടുപോകണമെന്നും പ്രവർത്തകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി എങ്ങനെ പ്രവർത്തിക്കണമെന്നൊരു സമ്പ്രദായം ഉണ്ടാകേണ്ടതുണ്ടെന്നും താഴേക്കിടയിൽ നിന്നും അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ട പ്രവർത്തനങ്ങളായിരിക്കണം ഓരോ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകേണ്ടതെന്നും ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ധർമ്മ ഏവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവത് ശ്രേയസേ നൃണാം എന്നാണ് നമ്മൾ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സ്ലോഗൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ധർമ്മത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് മനുഷ്യന്റെ ശ്രേയസ്സിനും പ്രേയസ്സിനും ഉപയുക്തമായിട്ടുള്ളത് എന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ
ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് SNDP യോഗത്തെ നടേശ ധർമ്മത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതെന്ത് ധർമ്മമാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ധർമ്മത്തോടൊരക്ഷരം ചേർത്ത് വെക്കുമ്പോൾ ആ ധർമ്മത്തിനുണ്ടാവുന്ന ച്യുതിയാണ് ഇന്ന് SNDP യോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മത്തിന് അധിഷ്ഠിതമായി ശ്രീനാരായണ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ SNDP യോഗത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും ലക്ഷ്യം വെക്കുന്നത്. ഈ അതാത് ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ ശ്രീനാരായണ ധർമ്മം പുലർത്തുവാൻ വേണ്ടി ജനിച്ചിരിക്കുന്നവരാണ്. ആ ദൗത്യവുമായിട്ടാണ് നമ്മൾ ജന്മം കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ശരിയായ ചിന്ത ഉണ്ടായിരിക്കണം. ഈ സംഘടന ലക്ഷ്യമിട്ടിരിക്കുന്നത് ശ്രീനാരായണീയ സമൂഹത്തെ ഗുരുദേവ ദർശനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഗുരുദേവ ദർശനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മൾ നമ്മുടെ സമൂഹത്തെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം. എപ്പോഴും ശ്രീനാരായണ ധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മുടെ ഈഴവരാതി പിന്നോക്ക സമുദായ അംഗങ്ങളെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സംവരണം എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. അതെല്ലാം ഭരണഘടനാ ശില്പികൾ പോലും നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സംവരണ തത്വങ്ങളെല്ലാം തന്നെ ഇന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് പഴയതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്നും സംഘടനയ്ക്കുള്ളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും ഗ്രൂപ്പുകൾ സംഘടനാ ശക്തി കുറയ്ക്കുമെന്നും സംവരണം, രാഷ്ട്രീയം എന്നിവയെ ലക്ഷ്യബോധത്തോടെ കാണാനും വേണ്ട രീതിയിൽ സമീപിക്കാനും നമുക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് ആർ അജന്തകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എലമ്പടത്ത് രാധാകൃഷ്ണൻ കൃതജ്ഞത രേഖപ്പെടുത്തി. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി 25-26 വർഷത്തോളമായി SNDP യോഗത്തിന് അതിനർപ്പിതമായ ആ ഉത്തരവാദിത്വം, കടമ ഈ സമൂഹത്തോട് നിർവഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ, സാധിച്ചിട്ടുണ്ടോ, സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം കൂടുതൽ കൂടുതൽ ഉയർന്നു വരേണ്ടത്. യഥാർത്ഥ ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന SNDP യോഗം അതിന്റെ ഉത്തരവാദിത്വവും കടമയും വർത്തമാന കാലഘട്ടത്തിൽ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ശ്രീനാരായണർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ പോക്ക് നല്ലതിലേക്കല്ല. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് നമ്മുടെ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. കോഴി കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിന് കൃത്യസമയത്ത് തീറ്റ കൊടുക്കും, വെള്ളം കൊടുക്കും, അതിന് മരുന്ന് കൊടുക്കും, അതിനെ കൃത്യമായി പരിപാലിച്ചു കൊണ്ടുവരും. അവസാനം എന്താ ചെയ്യാ? എണ്ണവും തൂക്കവും പറഞ്ഞ് വിറ്റ് ഇറച്ചി വിലയ്ക്ക് വിറ്റ് കാശാക്കും. ഇന്ന് SNDP യോഗത്തിൽ നടന്നിരിക്കുന്ന അതാണ്. നമ്മളെയൊക്കെ ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ ഈ സമുദായത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ എണ്ണവും തൂക്കവും പറഞ്ഞ് വിലപേശി വിറ്റ് സ്വന്തം കാര്യം നോക്കുന്ന ഒരു തനി കച്ചവടക്കാരനായി വെള്ളാപ്പള്ളി നടേശൻ മാറി. മീറ്റിന്റെ ഭാഗമായി സംഘടന എന്ന വിഷയത്തിൽ ശ്രീനാരായണ ഗുരു ധർമ്മം ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബുവും നേതൃത്വ പാഠവും എന്ന വിഷയത്തിൽ നാഷണൽ ട്രെയിനർ EK ഇബ്രാഹിമും ക്ലാസുകൾ നയിച്ചു. സഹോദര ധർമ്മവേദി ഉദ്ദേശ ലക്ഷ്യങ്ങൾ, കർമ്മപരിപാടികൾ, സംഘടനാ ശക്തിപ്പെടുത്തൽ എന്ന വിഷയാവതരണം ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ് നടത്തി. തുടർന്ന് വിവിധ ആശയങ്ങളെക്കുറിച്ച് ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായി. സംഘടനയുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് കൃത്യമായി തന്നെ നൽകി. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ED ഷിബു കൃതജ്ഞത രേഖപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ ഭാരവാഹികളുമടക്കം 100 കണക്കിന് ആളുകളാണ് ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തത്.